ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാം, അതായത് റിക്രൂട്ട്മെൻറ്റ് 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബിടെക് അതുപോലെ തന്നെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു നല്ലൊരു അവസരമാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യേണ്ട സമയം ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി. 7/4/2025 തൊട്ടാണ് ഇതിൻ്റെ സമയം ആരംഭിച്ചിട്ടുള്ളത് നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാനുള്ള. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റിനുള്ള അവസരം എന്ന് പറയുന്നത് 28/4/2025 ഓക്കെ. അപ്പോൾ 7/4/2025 തൊട്ട് 28/4/2025 വരെയുമാണ് അവസരമായിട്ടുള്ളത്. ഇനി നമുക്ക് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഉദ്യോഗാർത്ഥികൾക്ക് പറ്റിയ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് സയൻറ്റിസ്റ്റ് ബി എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ലെവൽ 10 പേ ഒക്കെ ഉള്ള ഒരു പോസ്റ്റാണ്. ഇതിൻ്റെ എത്ര വേക്കൻസീസ് ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ കാണിച്ചിട്ടുള്ളത്. ഓരോ കാറ്റഗറി വൈസ് ആയിട്ടുള്ള വേക്കൻസീസ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 22 ആണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 ഇയേഴ്സ് ആണ്. ഇതിൻ്റെ കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് സ്ലൈഡുകളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ, ലെവൽ 6 പേയിൽ വരുന്ന ഒരു പോസ്റ്റാണ്. ഇതിൻ്റെയും നമ്പർ ഓഫ് പോസ്റ്റുകൾ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ വരുന്നത് 5 ആണ്. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. ഇതും ലെവൽ 6 കാറ്റഗറിനകത്ത് വരുന്ന പേയ്മെൻറ്റ് കാറ്റഗറി വരുന്ന ഒരു പോസ്റ്റാണ്. ഇതിൽ ടോട്ടൽ വരുന്നത് 1 വേക്കൻസിയാണ്. പിന്നെ ഉള്ളത് ജൂനിയർ ടെക്നീഷ്യൻ ആണ്. അത് ലെവൽ 4 ആണ് പേയിൽ വരുന്നത്. അതിന് നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ഇയേഴ്സ് ആണ്. ജൂനിയർ ടെക്നീഷ്യൻ്റേത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 18 ആൻഡ് 27 ഇയേഴ്സ് ആണ്. പിന്നെ ഈ ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം പല കാറ്റഗറി വരുമ്പോൾ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള റിലാക്സേഷൻസ് അവൈലബിൾ ആണ്. അത് അവരവരുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് നോക്കാം. അതായത് ഓരോ പോസ്റ്റുകളുടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതിന് വേണ്ടി എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോസ്റ്റായിട്ടുള്ള സയൻറ്റിസ്റ്റ് ബി നമുക്ക് നോക്കാം. ഇതിലെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്ന ഒരെണ്ണമെന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, അതായത് BE അല്ലെങ്കിൽ ബിടെക് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെ സബ്ജക്റ്റുകളിൽ വരാമെന്നവർ പറയുന്നുണ്ട്. എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് വരാം, സിവിൽ വരാം, ഇൻസ്ട്രുമെൻറ്റേഷൻ വരാം, കെമിക്കൽ വരാം, മെക്കാനിക്കൽ വരാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാം, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് വരാം, ഇൻഫർമേഷൻ ടെക്നോളജി വരാം. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇതിൽ എന്താണ് അതിൻ്റേതായ ഓരോ ഇതിനും ഓരോ ബ്രാഞ്ചിലും വരുന്ന എത്ര പോസ്റ്റുകളുണ്ടെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിഫറൻഷ്യലായിട്ടൊരു ക്വാളിഫിക്കേഷൻ കൂടെ പറയുന്നുണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആണ്. ഇത് പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ബിടെക് അല്ലാതെ വേറെ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രിക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അവർക്ക് 3 പോസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എൻവയൺമെൻറ്റൽ സയൻസ്, അവർക്കും 3 പോസ്റ്റ് ഉണ്ട്. മൈക്രോബയോളജി 2 പോസ്റ്റ് ഉണ്ട്. ഇതെല്ലാം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ പ്രിഫറൻഷ്യലായിട്ട് ഇതിനും ക്വാളിഫിക്കേഷൻ ഉണ്ട്. പ്രിഫറൻഷ്യലാണ് നെറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ PhD ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സയൻറ്റിസ്റ്റ് BE കുറിച്ചുള്ള ഒരു സമ്മറി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്നിക്കൽ സൂപ്പർവൈസറിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇവിടെ പറയുന്നത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ഉള്ളവർക്ക് 1 പോസ്റ്റ് അവൈലബിൾ ആണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഉള്ളവർക്ക് 1 പോസ്റ്റ് അവൈലബിൾ ആണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് 2 പോസ്റ്റ് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഉള്ളവർക്ക് 1 പോസ്റ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ റെലവൻറ്റ് ഫീൽഡ് എന്നും പറയുന്നുണ്ട്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, അതിൻ്റെ കൂടെ 3 വർഷം എക്സ്പീരിയൻസും കൂടെ വേണമെന്നാണ് പറയുന്നത്. ടെക്നിക്കൽ സൂപ്പർവൈസറിനാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. ഇതിനകത്ത് വേണ്ടിയ ക്വാളിഫിക്കേഷൻ, ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത് കൂടാതെ 3 ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ലൈൻ ഇൻ ആൻ ഓർഗനൈസേഷൻ ഓഫ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നും കൂടാണ് പറയുന്നത്. ഇനി അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നീഷ്യനാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്
ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുകൂടാതെ 1 year ഓഫ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ഇൻ സർവിങ് ലാബറട്ടറി മെഷീൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റെപ്യൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ജൂനിയർ ടെക്നീഷ്യനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സുകളിലേക്ക് നോക്കാം. റിട്ടൺ എക്സാം ആണ് ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് കാണും. അത് പോസ്റ്റ് വൈസിനനുസരിച്ച് മാറും. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇത് കഴിഞ്ഞുണ്ടാവും. അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പം ഡിഗ്രി ക്വാളിഫിക്കേഷനും വിത്ത് റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള, അതായത് BTech ഡിഗ്രി അല്ലെങ്കിൽ BE ഡിഗ്രി വിത്ത് റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ നല്ല ഒരു പോസ്റ്റാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാലറി സ്കെയിലൊക്കെ വരുന്നൊരു പോസ്റ്റാണ്. മുന്നോട്ടാണെങ്കിലും കുറച്ചും കൂടെ പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം കിട്ടാവുന്ന ഒരു പോസ്റ്റും കൂടാണ്. ഇനി നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാൻഡിഡേറ്റ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫീ നമുക്ക് 2 രീതിയിലാണ് ഫീ വരുന്നത്. ഒന്ന് 2 hours എക്സാമിനാണെങ്കിൽ അതിൻ്റെ ഫീ വരുന്നത് 750 എക്സാമിൻ ഫീ പ്ലസ് 250 ഫോർ ടെസ്റ്റ് സെഷൻ, അതായത് ടോട്ടൽ 1000 ഫീ ആയിരിക്കും വരുന്നത്. ഇനി 1 hour എക്സാം ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഫീ എന്ന് പറയുന്നത് 350 എക്സാം ഫീ പ്ലസ് 150 ഫോർ ടെസ്റ്റ് സെഷൻ, ടോട്ടൽ വരുവാണെങ്കിൽ 500. ഓക്കെ, അപ്പം ഇത് നമ്മളെ പോസ്റ്റ് വൈസിനനുസരിച്ച് വ്യത്യാസം വരും. 2 hour ആണോ 1 hour ആണോ, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഫർദർ നിങ്ങൾ സൈറ്റുകൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ SC/ST അവരുടേതായിട്ടുള്ള കുറച്ച് റിലാക്സേഷൻ, SC/ST, PWBD, എക്സ് സർവീസ് മാന്, വുമന് അങ്ങനെയുള്ളവർക്കൊക്കെ എക്സംപ്റ്റഡ് ആണ് എക്സാമിനേഷൻ ഫീ. പിന്നെ എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു രജിസ്റ്റർ ആൻഡ് പേ ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റ് സെഷൻ ചാർജ് ആയിട്ടുള്ള 250 എന്ന് പറഞ്ഞാൽ 2 hour ടെസ്റ്റിന് വരുന്ന 250, 1 hour ടെസ്റ്റിന് വരുന്ന 150, അത് ടൈം ഓഫ് രജിസ്ട്രേഷന് പേയ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് എല്ലാ കാൻഡിഡേറ്റ്സിനും വരുന്നുണ്ട്. അല്ലാതെ SC/ST ഈ പറയുന്ന പോലെ എക്സാമിനേഷൻ ഫീൽ ഒരു എക്സംഷൻ കിട്ടുന്നുണ്ട്. SC/ST, PWBDയും അതുപോലെ എക്സ് സർവീസ് മാനും വുമനും. ഓക്കെ, പിന്നെ ഇതാണ് വെബ്സൈറ്റ്, അതായത് www.cpcb.nic.in ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സാമിലേക്കുള്ള. അതുപോലെ തന്നെ മുന്നോട്ടുള്ള പല നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ സൈറ്റിൽ കൂടെ തന്നെ ക്ലിയർ ആവുന്നതാണ്, അപ്ഡേറ്റ് ആയി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു അവസരമായി കണ്ട് നിങ്ങളിത് ഈ ഒരു അവസരം വിനിയോഗിക്കുക. സെൻട്രൽ സെക്ടറിൽ ജോലി ചെയ്യുക എന്നുള്ളത് പലരുടെയും ഡ്രീമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.